ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ പുതിയൊരു വിഷയം പരിചയപ്പെടാം. എന്താണ് BMI എന്ന് നോക്കാം. BMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. അതെന്തിനാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഹൈറ്റും വെയിറ്റും ആയിരിക്കും അല്ലേ. ചിലർ വണ്ണം കൂടിയതായിരിക്കും, ചിലർക്ക് തീരെ വണ്ണം ഇല്ലാത്തതായിരിക്കും. അപ്പോൾ അവരവരുടെ കറക്റ്റ് തൂക്കമാണോ എന്ന്, അതായത് അവർക്ക് ശരീരം ഹെൽത്തി ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയ്ക്ക് പറയുന്ന പേരാട്ടോ BMI. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഹൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെയാണോ നമ്മുടെ കറക്റ്റ് തൂക്കം എന്നാണ് നമുക്കറിയേണ്ടത്. സോ അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഫോർമുല പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ 18.5 ഒക്കെയാണ് നിങ്ങൾ ഈ BMI ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും അണ്ടർ വെയ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് തീരെ ആരോഗ്യം, നല്ല തൂക്കം ഇല്ല. കറക്റ്റ് നിങ്ങളുടെ പൊക്കത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്ന തൂക്കം നിങ്ങൾക്കില്ല. അതാണ് എൻ്റെ മീനിങ്. ഇനി 18.5 തൊട്ട് മേപ്പെട്ട് വരുമ്പം 24.9 വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണ്. ഓക്കെ, ഇനി 25 തൊട്ട് എബോവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ് ആണ്. അതായത് നിങ്ങൾ നല്ല ശരീര തൂക്കമുള്ള, നിങ്ങളുടെ ഹൈറ്റിനൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നതിൽ ഉപരി അധികമാണ് നിങ്ങളുടെ വെയിറ്റ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് വരണം. കുറവാണെങ്കിൽ കൂട്ടണം, കൂടുതലാണെങ്കിൽ കുറയ്ക്കണം. കുറച്ച് ഈ നോർമൽ റേഞ്ചിൽ വേണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഫോൺ ഇല്ലാത്തവരാരും കാണത്തില്ല അല്ലേ. അത് വലിയ ഫോണായിക്കോട്ടെ, ചെറിയ ഫോണായിക്കോട്ടെ, കാൽക്കുലേറ്റർ ഇല്ലാത്ത ഫോണും കാണത്തില്ലല്ലോ. സോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര എല്ലാ കണക്കും എല്ലാവർക്കും ഒന്നും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. സോ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിലെടുക്കുക, ഫോണിലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നോക്കിക്കോ. ഇതിപ്പം എൻ്റെ ഒരു വെയിറ്റ് 60 ആണെന്ന് വിചാരിച്ചു. 60. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്. അപ്പം ആദ്യം നമ്മൾ വെയിറ്റ് ആട്ടോ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും പക്ക അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്. എൻ്റെ വെയിറ്റിനെ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഹരണച്ചിഹ്നം ഇട്ട് കൊടുക്കണം. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഹരണച്ചിഹ്നം ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഫോണിൽ ഇങ്ങനെ ബ്രാക്കറ്റ് കാണുമല്ലോ, ആ ബ്രാക്കറ്റ് എടുക്കണം. ഇനിയിപ്പോൾ സ്മാർട്ട് ഫോണിലാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു കോളത്തിനകത്ത് ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ അതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ സൈൻ, കോസ്, തീറ്റ അങ്ങനെയൊക്കെ കാണുമല്ലോ. അതിൻ്റെ അടിയിൽ ആ ബ്രാക്കറ്റ് കാണും. സോ അതിലാദ്യത്തെ ബ്രാക്കറ്റ്, ഇൻസൈഡ് ബ്രാക്കറ്റിനുള്ള അതെടുക്കുക. അതെടുത്തിട്ട് നിങ്ങളുടെ ഹൈറ്റ് എത്ര ആണോ, അതായത് ഹൈറ്റിനെ മീറ്റർ സ്ക്വയർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം. എൻ്റേത് 156 അപ്പം ആ ആദ്യത്തെ 1 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 56 അങ്ങനെ ഇൻറ്റു വീണ്ടും അത് തന്നെ 1.56 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ BMI എത്രയാണെന്ന് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 24.6 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കിക്കോ, BMI ചെക്ക് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് മേളിൽ വരണം. വെയിറ്റിനെ നമ്മൾ ഹൈറ്റ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട് എഴുതി കുത്തി വരുന്നവർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൽ ഒരു ഫോർമുല മാത്രമായിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നത്. വെയിറ്റിനെ നമ്മൾ ഹരിക്കണം, ഹരണചിഹ്നം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റർ സ്ക്വയർ വരുന്ന ഹൈറ്റ്, അതെത്രയാണോ നിങ്ങൾക്ക് വരുന്ന ആ ആദ്യത്തെ സംഖ്യ കഴിഞ്ഞിട്ടൊരു ഒരു പോയിന്റ് കൊടുത്തിട്ട് ബാക്കി ആ 2 അക്കം നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, എന്നിട്ട് ഇൻറ്റു ഗുണനചിഹ്നം ഇട്ട് വീണ്ടും അതേ ഹൈറ്റ് തന്നെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും താഴെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ BMI എത്രയാണെന്ന് കിട്ടും. അപ്പം ആദ്യം ഈ 24, 25 എന്നുള്ള ഒരു സെൻറ്റൻസ് ഒക്കെ വരും. അങ്ങനത്തെ അക്കങ്ങളായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരക്കവും പിന്നെ കുറേ അക്കങ്ങൾ കാണും. അപ്പം അങ്ങോട്ട് വാലോട്ട് പോകുന്നൊന്നും നമുക്ക് എടുക്കണ്ട. ആ ആദ്യത്തെ 2 അക്കവും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരക്കവും മാത്രം എടുത്താൽ മതി. അപ്പം കിട്ടുന്നതാണ് നിങ്ങളുടെ BMI. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടേ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫോർമുല ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം ഇതിനകത്ത് ഈ 24.6 ആണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയായി. നിങ്ങളുടേതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ശരി, അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നോക്കി ഉറപ്പാക്കണം.